വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സാമുവേലിന്റെ 2-ാം പുസ്തകം 1-ാം അധ്യായം. സാവൂളിന്റെ മരണത്തിന് ശേഷമാണ് ദാവീദ് അമലേക്കുകാരെ കീഴടക്കി മടങ്ങി വന്നത്. ദാവീദ് സിക്ലാഗിൽ 2 ദിവസം പാർത്തു. 3-ാം ദിവസമായപ്പോൾ പാളയത്തിൽ നിന്ന്, സാവൂളിന്റെ കൂട്ടത്തിൽ നിന്ന് ഇതാ ഒരാൾ വന്നു. അയാളുടെ വസ്ത്രങ്ങൾ കീറിയവയായിരുന്നു, തലയിൽ പൂഴിയുണ്ടായിരുന്നു. അയാൾ ദാവീദിന്റെ അടുത്തെത്തിയപ്പോൾ നിലത്ത് വീണ് അവനെ വണങ്ങി. നീ എവിടെ നിന്ന് വരുന്നു എന്ന് ദാവീദ് അയാളോട് ചോദിച്ചു. ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഞാൻ കടന്നു കളഞ്ഞതാണ് എന്ന് അയാൾ അവനോട് പറഞ്ഞു. ദാവീദ് അയാളോട് ചോദിച്ചു, എന്ത് സംഭവമാണ് ഉണ്ടായത്? എന്നോട് വിവരിച്ചാലും. അയാൾ പറഞ്ഞു, സൈന്യം യുദ്ധമുഖത്ത് നിന്ന് തോറ്റോടി. സൈന്യത്തിൽ നിന്ന് ഏറെ പേരും നിബന്ധിച്ചു. അവർ മരിക്കുകയും ചെയ്തു. സാവൂളും മകൻ ജോനാഥനും പോലും മരിച്ചു. തനിക്ക് വാർത്തയെത്തിച്ച യുവാവിനോട് ദാവീദ് ചോദിച്ചു, സാവൂളും മകൻ ജോനാഥനും മരിച്ചെന്ന് നീ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ അവന് വാർത്തയെത്തിച്ച ആ യുവാവ് പറഞ്ഞു, തികച്ചും യാദൃച്ഛികമായി ഞാൻ ഗിൽബോവ കുന്നിലുണ്ടായിരുന്നു. അപ്പോൾ അതാ സാവൂൾ സ്വന്തം കുന്തത്തിന്മേൽ ഊന്നി നിൽക്കുന്നു. ഇതാ തേരും കുതിരപ്പടനായകന്മാരും അവനെ തൊട്ടടുത്തുണ്ടായിരുന്നു. അവൻ പുറകോട്ട് തിരിഞ്ഞപ്പോൾ എന്നെ കണ്ടു. അവൻ എൻ്റെ നേർക്ക് വിളിച്ചു, ഇതാ ഞാൻ പറഞ്ഞു. അവൻ എന്നോട് ചോദിച്ചു, നീ ആരാണ്? ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ ഒരു അമലേക്കുകാരനാണ്. അവൻ എന്നോട് പറഞ്ഞു, എനിക്കു മീതെ നിലയുറപ്പിച്ച് എന്നെ കൊല്ലുക, കാരണം ഭീതി എന്നെ പിടികൂടിയിരിക്കുന്നു. എൻ്റെ ജീവൻ അപ്പാടെ ഇനിയും എന്നിലുണ്ട് താനും. അപ്പോൾ ഞാൻ അവൻ്റെ മീതെ നിലയുറപ്പിച്ച് അവനെ വധിച്ചു. എന്തെന്നാൽ അവൻ്റെ പതനത്തെ തുടർന്ന് അവൻ ജീവിക്കുകയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അവൻ്റെ ശിരസിലുണ്ടായിരുന്ന കിരീടവും കരത്തിലുണ്ടായിരുന്ന വളയും ഞാൻ എടുത്തു. ഇതാ അവ ഇവിടെ എൻ്റെ യജമാനൻ്റെ അടുക്കൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ദാവീദ് തൻ്റെ വസ്ത്രത്തിൽ മുറുകെ പിടിച്ച് അവ കീറി. ഒപ്പം അവൻ്റെ കൂടെയുണ്ടായിരുന്ന എല്ലാ ആളുകളും. അവർ സാവൂളിനെ പ്രതിയും അവൻ്റെ മകൻ ജോനാഥനെ പ്രതിയും കർത്താവിൻ്റെ ജനത്തെ പ്രതിയും ഇസ്രായേൽ കുടുംബത്തെ പ്രതിയും ദുഃഖമാചരിക്കുകയും വിലപിക്കുകയും സന്ധ്യ വരെ ഉപവസിക്കുകയും ചെയ്തു. അവർ വാളേറ്റ് വീണിരുന്നല്ലോ. തനിക്ക് വാർത്ത കൊണ്ടുവന്ന യുവാവിനോട് നീ എവിടുത്തുകാരനാണ് എന്ന് ദാവീദ് ചോദിച്ചു. അമലേക്കുകാരനായ ഒരു പ്രവാസിയുടെ മകനാണ് ഞാൻ എന്ന് അവൻ പറഞ്ഞു. ദാവീദ് അവനോട് ചോദിച്ചു, കർത്താവിൻ്റെ അഭിഷിക്തനെ നിഹനിക്കാൻ നിന്റെ കൈ നീട്ടുന്നതിന് നീ എന്തുകൊണ്ട് ഭയന്നില്ല? ദാവീദ് ഭൃത്യന്മാരിൽ നിന്ന് ഒരുവനെ വിളിച്ചു പറഞ്ഞു, നീ അവനെ സമീപിച്ച് പ്രഹരിക്കുക. അയാൾ അവനെ ആക്രമിച്ചു. അങ്ങനെ അവൻ മരിച്ചു. നിന്റെ രക്തം നിന്റെ തലയിൽ തന്നെ ആയിരിക്കട്ടെ. കർത്താവിൻ്റെ അഭിഷിക്തനെ ഞാൻ കൊന്നു എന്ന് നിന്റെ അധരം തന്നെ നിനക്കെതിരെ പ്രത്യുത്തരിച്ചല്ലോ എന്ന് ദാവീദ് അവനോട് പറയുകയും ചെയ്തു. സാവൂളിനെയും മകൻ ജോനാഥനെയും കുറിച്ച് ദാവീദ് ഈ വിലാപഗാനം പാടി യഹൂദ്യരെ ധനുർഗീതം പഠിപ്പിക്കണമെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു. ഇതാ യാഷാറിന്റെ പുസ്തകത്തിൽ ഇത് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലെ, നിന്റെ ഉന്നതഗിരികളിൽ പ്രതാപം നിഹിതമായി. വീരന്മാർ വീണുപോയതെങ്ങനെ? ഗത്തിൽ നിങ്ങൾ വർണ്ണിക്കരുത്. അഷ്കലോൻ തെരുവുകളിൽ നിങ്ങൾ സദ്വാർത്തയാക്കരുത്. ഫിലിസ്തീയ പുത്രിമാർ സന്തോഷിക്കാതിരിക്കാനും അപരിചിതരുടെ പുത്രിമാർ തുള്ളിച്ചാടാതിരിക്കാനും തന്നെ. ഗിൽബോവ കുന്നുകളെ തുഷാരമണിയരുത്.
കാഴ്ച സമർപ്പണങ്ങളുടെ നിലങ്ങളെ, നിങ്ങൾക്കുമേൽ മാരിവർഷമരുത്. അവിടെയാണല്ലോ വീരന്മാരുടെ പരിച അവഹേളിതമായത്, സാവൂളിന്റെ പരിച എണ്ണ പുരളാതിരുന്നത്. നിഹതന്മാരുടെ രക്തത്തിൽ നിന്നും വീരന്മാരുടെ മേധത്തിൽ നിന്നും ജോനാഥന്റെ വില്ല് പിൻവലിഞ്ഞില്ല. സാവൂളിന്റെ വാൾ വൃഥ പിൻവാങ്ങിയില്ല. സാവൂളും ജോനാഥനും സ്നേഹഭാജനങ്ങൾ, പൊരുത്തമുള്ളവർ. തങ്ങളുടെ ജീവിതത്തിലും മരണത്തിലും അവർ വേർപിരിഞ്ഞില്ല. കഴുകന്മാരെക്കാൾ വേഗമുള്ളവർ, സിംഹങ്ങളെക്കാൾ ബലമുള്ളവർ. ഇസ്രായേൽ പുത്രിമാരെ, സാവൂളിനെ ചൊല്ലി നിങ്ങൾ കരയുവിൻ. അവൻ നിങ്ങളെ കോമള വസ്തുക്കളോടൊപ്പം കടും ചെമപ്പൊടിപ്പിച്ചു, ആടകളിൽ പൊന്നാഭരണമണിയിച്ചു. യുദ്ധമധ്യേ വീരന്മാർ വീണതെങ്ങനെ? നിന്റെ പൂജാഗിരികളിൽ ജോനാഥൻ നിഹതനായതും. എൻ്റെ സോദര, ജോനാഥൻ നിന്നെയോർത്ത് ഞാൻ ദുഃഖിതനാണ്. നീ എനിക്ക് അതിവത്സലനായിരുന്നു. നിന്റെ സ്നേഹം എനിക്ക് സ്ത്രീകളുടെ സ്നേഹത്തേക്കാൾ അതിശയകരമായിരുന്നു. വീരന്മാർ വീണുപോയതും ആയുധങ്ങൾ തകർന്നു പോയതുമെങ്ങനെ? സാമുവേലിന്റെ 2-ാം പുസ്തകം 2-ാം അധ്യായം. ഇതിനുശേഷം ദാവീദ് കർത്താവിനോട് ഇപ്രകാരം ആരാഞ്ഞു: യൂദായുടെ നഗരങ്ങളിലൊന്നിലേക്ക് കയറിച്ചെല്ലൂ. കർത്താവ് അവനോട് അരുൾ ചെയ്തു. എവിടേക്കാണ് ഞാൻ ചെല്ലേണ്ടതെന്ന് ദാവീദ് ചോദിച്ചപ്പോൾ, ഹെബ്രോണിലേക്ക് എന്ന് അവിടുന്ന് അരുൾ ചെയ്തു. ദാവീദ് അവിടേക്ക് കയറിച്ചെന്നു. ഒപ്പം അവൻ്റെ 2 ഭാര്യമാരായ ജസ്രയേൽക്കാരി അഹിനോവാമും കാർമേൽക്കാരൻ നാബാലിൻ്റെ ഭാര്യയായിരുന്ന അബിഗായിലും ദാവീദ് തന്നോടുകൂടെ കയറി വരാൻ അനുവദിച്ച ആളുകളും, അതായത് ഓരോ ആളും അവൻ്റെ കുടുംബവും. അവർ ഹെബ്രോൺ പട്ടണങ്ങളിൽ പാർത്തു. യൂദായിലെ പൗരന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യൂദാഭവനത്തിനു മേൽ രാജാവായി അഭിഷേകം ചെയ്തു. യാബേഷ് ഗിലെയാദിലെ പൗരന്മാരാണ് സാവൂളിനെ സംസ്കരിച്ചതെന്ന് ദാവീദിന് വാർത്ത കിട്ടി. അപ്പോൾ ദാവീദ് ദൂതന്മാരെ യാബേഷ് ഗിലെയാദിലെ പൗരന്മാരുടെ അടുത്തേക്ക് അയച്ച് അവരോട് പറഞ്ഞു: നിങ്ങളുടെ യജമാനായ സാവൂളിനോട് ഈ ദയാകൃത്യം ചെയ്യുകയും അവനെ സംസ്കരിക്കുകയും ചെയ്തതിനാൽ നിങ്ങൾ കർത്താവിനാൽ അനുഗ്രഹീതരാണ്. ആകയാൽ കർത്താവ് നിങ്ങളോട് കൃപയും സത്യവും പുലർത്തട്ടെ. നിങ്ങൾ ഇക്കാര്യം ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളോട് ഇത്തരം നന്മ പ്രവർത്തിക്കും. ആകയാൽ നിങ്ങളുടെ കൈകൾ ശക്തമായിരിക്കട്ടെ. നിങ്ങളുടെ യജമാനായ സാവൂൾ മരിച്ച സ്ഥിതിക്ക് നിങ്ങൾ ധീരരായിരിക്കുവിൻ. എന്നെയോ യൂദാഭവനം തങ്ങളുടെ മേൽ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുകയാണ്. നേറിൻ്റെ മകനും സാവൂളിൻ്റെ സൈന്യാധിപനുമായ അബ്നേർ സാവൂളിൻ്റെ മകൻ ഈഷ്ബോഷത്തിനെ മഹനയീമിലേക്ക് സ്വീകരിച്ചാനയിച്ചു. ഗിലെയാദ്, ആഷേർ, ജസ്രയേൽ എന്നിവരെ ഉദ്ദേശിച്ചും എഫ്രായിമിനും ബെഞ്ചമിനും ഇസ്രായേൽ മുഴുവൻ മേലും അവനെ രാജാവാക്കി. ഇസ്രായേലിന് മേൽ രാജാവാകുമ്പോൾ സാവൂളിൻ്റെ മകൻ ഇഷ്ബോഷത്തിന് 40 വയസ്സായിരുന്നു. അവൻ 2 വർഷം ഭരിച്ചു. യൂദാഭവനം മാത്രമേ ദാവീദിന് പിന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. ദാവീദ് ഹെബ്രോണിൽ യൂദാഭവനത്തിന്മേൽ രാജാവായിരുന്ന കാലദൈർഘ്യം 7 വർഷവും 6 മാസവുമായിരുന്നു. നേറിൻ്റെ മകൻ അബ്നേറും സാവൂളിൻ്റെ മകനായ ഇഷ്ബോഷത്തിൻ്റെ ദാസന്മാരും മഹനയീമിൽ നിന്ന് ഗിബെയോനിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ സെരൂയയുടെ മകൻ യോവാബും ദാവീദിൻ്റെ ദാസന്മാരും ഒരുമിച്ച് പുറപ്പെട്ട് ഗിബെയോൻ തടാകത്തിനരികെ വെച്ച് അവരെ കണ്ടുമുട്ടി. ഒരു കൂട്ടർ തടാകത്തിൻ്റെ ഒരു വശത്തും മറുകൂട്ടർ തടാകത്തിൻ്റെ മറുവശത്തും ഇരുന്നു. അബ്നേർ യോവാബിനോട് പറഞ്ഞു: യുവാക്കൾ എഴുന്നേറ്റ് നമ്മുടെ മുമ്പാകെ പയറ്റട്ടെ. അവർ എഴുന്നേൽക്കട്ടെ എന്ന് യോവാബും പറഞ്ഞു. എണ്ണത്തിൽ ബെഞ്ചമിൻ്റെയും സാവൂളിൻ്റെ മകൻ ഇഷ്ബോഷത്തിൻ്റെയും 12 പേരും ദാവീദിൻ്റെ ദാസന്മാരിൽ നിന്ന് 12 പേരും എഴുന്നേറ്റ് മുന്നേറി. അവർ ഓരോരുത്തരും തൻ്റെ എതിരാളിയുടെ തലയിൽ പിടിമുറക്കി, വാൾ അവൻ്റെ പള്ളയിൽ ഇറക്കി. അങ്ങനെ
അവരെല്ലാവരും ഒരുമിച്ചു നിലംപതിച്ചു. അതുകൊണ്ട് ഹെൽക്കത്ത് ഹസൂറീം എന്ന് ഗിബെയോനിലെ ആ സ്ഥലത്തെ വിളിക്കുന്നു. അന്നത്തെ യുദ്ധം അത്യുഗ്രമായിരുന്നു. ദാവീദിന്റെ ദാസന്മാരുടെ മുമ്പിൽ അബ്നേറും ഇസ്രായേൽ പൗരന്മാരും പരാജിതരായി. സെരൂയയുടെ 3 പുത്രന്മാർ യോവാബും അബിഷായിയും അസാഹേലും അവിടെ ഉണ്ടായിരുന്നു. അസാഹേൽ വയലിലുള്ള മാനുകളിൽ ഒന്നിനെ പോലെ കാൽവേഗമുള്ളവനായിരുന്നു. അസാഹേൽ അബ്നേറിനെ പിന്തുടർന്നു. അബ്നേറിന്റെ പിന്നിൽ നിന്ന് അവൻ ഇടം വലം വ്യതിചലിച്ചില്ല. അബ്നേർ പുറകോട്ട് തിരിഞ്ഞു ചോദിച്ചു, "ഇതു നീയോ അസാഹേലെ?" "ഞാൻ തന്നെ," അവൻ പറഞ്ഞു. അബ്നേർ അവനോട് പറഞ്ഞു, "നീ വലത്തോട്ടോ ഇടത്തോട്ടോ വ്യതിചലിച്ച് ചെറുപ്പക്കാരിൽ നിന്ന് ഒരുവനെ പിടികൂടി അവൻ്റെ സാമഗ്രി കൈക്കലാക്കുക." എന്നാൽ അസാഹേൽ അവൻ്റെ പിന്നാലെ നിന്ന് മാറിപ്പോകാൻ കൂട്ടാക്കിയില്ല. അബ്നേർ വീണ്ടും അസാഹേലിനോട് ഇപ്രകാരം കൂട്ടിച്ചേർത്തു, "എൻ്റെ പിന്നിൽ നിന്നും മാറിപ്പോകൂ. ഞാൻ നിന്നെ എന്തിനു നിലത്തടിക്കണം? പിന്നെ ഞാൻ നിന്റെ സഹോദരൻ യോവാബിൻ്റെ നേർക്ക് എങ്ങനെ മുഖമുയർത്തും?" എന്നിട്ടും അവൻ വിട്ടുമാറാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് അബ്നേർ തൻ്റെ കുന്തത്തിൻ്റെ പിൻഭാഗം കൊണ്ട് അവൻ്റെ വയറിന് കുത്തി. കുന്തം അതിൻ്റെ മറുപുറം കടന്നു. അവൻ അവിടെ നിബദ്ധിച്ചു. അവിടെ തന്നെ മരിക്കുകയും ചെയ്തു. അസാഹേൽ വീണു മരിച്ച സ്ഥലത്തെത്തിയവരെല്ലാം നിശ്ചേഷ്ടരായി. എന്നാൽ യോവാബും അബിഷായിയും അബ്നേറിനെ പിന്തുടർന്നു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവർ ഗിബെയോൻ മരുഭൂമിയുടെ വഴിക്ക് ഗിയഹയുടെ മുമ്പിലുള്ള ഗിബെയത്ത് അമ്മ വരെ എത്തി. ബെഞ്ചമിനർ അബ്നേറിന്റെ പിന്നിൽ ഒത്തുചേർന്നു. ഒരൊറ്റ ഗണമായി ഒരു കുന്നിൻ മുകളിൽ അവർ നിന്നു. അബ്നേർ യോവാബിനോട് വിളിച്ചു പറഞ്ഞു, "വാൾ എന്നും തിന്നുകൊണ്ടിരിക്കണമോ? അവസാനം അത് കയ്പായിരിക്കണമെന്ന് നിനക്കറിഞ്ഞുകൂടെ? സ്വന്തം സഹോദരന്മാരിൽ നിന്ന് പിന്തിരിയാൻ ജനത്തോട് എത്ര കാലം നീ പറയാതിരിക്കും?" അപ്പോൾ യോവാബ് പറഞ്ഞു, "ജീവിക്കുന്ന ദൈവമാണേ, നീ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ പ്രഭാതം മുതൽ തന്നെ ജനത്തിൽ ഓരോരുത്തനും തൻ്റെ സഹോദരനെ പിന്തുടരുമായിരുന്നു." അങ്ങനെ യോവാബ് കാഹളമൂതി. ജനമെല്ലാം നിന്നു. വീണ്ടും അവർ ഇസ്രായേൽക്കാരെ അനുധാവനം ചെയ്തില്ല. അവരോട് പൊരുതുന്നത് പിന്നെ തുടർന്നുമില്ല. അബ്നേറും അവൻ്റെ ആളുകളും ആ രാത്രി മുഴുവൻ അറാബ വഴി നടന്നു. അവർ ജോർദാൻ കടന്ന് ബിത്രോൻ മുഴുവൻ നടന്ന് മഹനീമിൽ ചെന്നു ചേർന്നു. യോവാബ് അബ്നേറിൽ നിന്ന് പിന്തിരിഞ്ഞു. അവൻ ജനത്തെയെല്ലാം ഒരുമിച്ച് കൂട്ടിയപ്പോൾ ദാവീദിന്റെ ദാസന്മാരിൽ 19 പേരും അസാഹേലും നഷ്ടപ്പെട്ടിരുന്നു. ദാവീദിന്റെ സേവകരാകട്ടെ ബെഞ്ചമിൻ നിന്നുള്ളവരെയും അബ്നേറിന്റെ ആളുകളെയും ആക്രമിച്ചപ്പോൾ മരിച്ചത് 360 പേരായിരുന്നു. അവർ അസാഹേലിനെ സംവഹിച്ച് ബെത്ലഹേമിലുള്ള അവന്റെ പിതൃകബറിടത്തിൽ സംസ്കരിച്ചു. യോവാബും അവന്റെ ആളുകളും രാത്രി മുഴുവൻ നടന്ന് ഹെബ്രോണിലെത്തിയപ്പോൾ നേരം പുലർന്നിരുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകം 10-ാം അധ്യായം. ഏകനായി സൃഷ്ടിക്കപ്പെട്ട പ്രഥമകൃതനായ ലോകപിതാവിനെ ജ്ഞാനം കാത്തു സൂക്ഷിച്ചു. അവന്റെ വീഴ്ചയിൽ നിന്ന് അവൾ അവനെ രക്ഷിച്ചു. സർവത്തെയും അധീനമാക്കാനുള്ള കഴിവ് അവൾ അവന് നൽകി. എന്നാൽ അധർമ്മിയായ ഒരുവൻ തൻ്റെ കോപത്തിൽ അവളിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ ഭ്രാതൃകൃത്യപരമായ ക്രോധത്തിൽ സ്വയം നശിച്ചു. അവൻ മൂലം പ്രളയത്തിലാണ്ട ഭൂമിയെ വീണ്ടും രക്ഷിച്ചത് കേവലം ഒരു തടിക്കഷ്ണത്താൽ നീതിമാനെ നയിച്ച ജ്ഞാനമായിരുന്നു. തിന്മ ചെയ്യുന്നതിൽ ഒത്തുകൂടിയ ജനതകൾ ആശയക്കുഴപ്പത്തിലായപ്പോൾ അവൾ നീതിമാനെ തിരിച്ചറിയുകയും അവനെ ദൈവസമക്ഷം കുറ്റമറ്റവനായി കാത്തുസൂക്ഷിക്കുകയും ചെയ്തു. പുത്രവാത്സല്യ കരുണയിൽ അവൾ അവനെ ശക്തനായി നിലനിർത്തി. അധർമ്മികൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടപ്പോൾ അവൾ ഒരു നീതിമാനെ രക്ഷിച്ചു. പഞ്ചനഗരത്തിൽ അഗ്നി പതിച്ചപ്പോൾ അവൻ ഓടിപ്പോവുകയായിരുന്നു.
അതിൻ്റെ തിന്മയുടെ തെളിവ് ഇന്നുമുണ്ട്. സദാ പുക ഉയരുന്ന ശൂന്യപ്രദേശം, സമയത്ത് കനിയാകാത്ത കായ്കൾ വഹിക്കുന്ന വൃക്ഷങ്ങൾ, അവിശ്വസിച്ച ഒരാത്മാവിൻ്റെ സ്മാരകമായി ഉയർത്തപ്പെട്ട ഒരു ഉപ്പുതൂൺ. ജ്ഞാനത്തെ മറികടന്നു പോയതിനാൽ അവർ നന്മയെ അറിയുന്നതിൽ നിന്ന് തടയപ്പെട്ടു. മാത്രമല്ല, തങ്ങളുടെ വീഴ്ചകൾ ശ്രദ്ധിക്കപ്പെടാതിരിക്കുക അസാധ്യമാകും വിധം തങ്ങളുടെ മൗഢ്യത്തിൻ്റെ ഒരു സ്മാരകം ജീവജാലങ്ങൾക്കായി അവശേഷിപ്പിക്കുകയും ചെയ്തു. ജ്ഞാനമാകട്ടെ തന്നെ സേവിച്ചവരെ കഷ്ടതകളിൽ നിന്ന് രക്ഷിച്ചു. സഹോദരന്റെ കോപത്തിൽ നിന്ന് ഓടിയകന്ന ഒരു നീതിമാനെ അവൾ നേർവഴികളിലൂടെ നയിച്ചു. അവന് ദൈവരാജ്യം കാണിച്ചു കൊടുക്കുകയും വിശുദ്ധ കാര്യങ്ങളെക്കുറിച്ച് അറിവ് നൽകുകയും ചെയ്തു. അവൾ അവനെ അധ്വാനങ്ങളിൽ അഭിവൃദ്ധിപ്പെടുത്തുകയും അവൻ്റെ പ്രയത്നങ്ങളെ ഫലസമ്പുഷ്ടമാക്കുകയും ചെയ്തു. മർദ്ദകരുടെ അത്യാഗ്രഹത്തിനു മുമ്പിൽ അവൾ അവന് തുണിയായിരിക്കുകയും അവനെ സമ്പന്നനാക്കുകയും ചെയ്തു. അവൾ അവനെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുകയും പതിയിരുന്നവരിൽ നിന്ന് പരിരക്ഷിക്കുകയും ചെയ്തു. ശക്തമായ പോരാട്ടത്തിൽ അവന് വിജയമുറപ്പിച്ചു. അങ്ങനെ ദൈവഭക്തി എല്ലാറ്റിനേക്കാൾ ശക്തമെന്ന് അവൻ പഠിക്കാൻ ഇടയായി. ഒരു നീതിമാൻ വിൽക്കപ്പെട്ടപ്പോൾ അവൾ അവനെ ഉപേക്ഷിച്ചില്ല, മറിച്ച് പാപത്തിൽ നിന്ന് രക്ഷിച്ചു. അവൾ അവനോടൊത്ത് കുഴിയിലേക്ക് ഇറങ്ങി. രാജകീയ ചെങ്കോലും അവൻ്റെ അധിപതികളുടെ അധികാരവും ലഭിക്കുവോളം അവൾ അവനെ ഉപേക്ഷിച്ചു പോയില്ല. അവനെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ വ്യാജരാണെന്ന് അവൾ തെളിയിക്കുകയും നിത്യമായ പ്രതാപം അവന് നൽകുകയും ചെയ്തു. വിശുദ്ധ ജനത്തെയും അവരുടെ കളങ്കമറ്റ വംശത്തെയും മർദ്ദകനായ ഒരു ജനത്തിൽ നിന്ന് അവൾ രക്ഷിച്ചു. അവൾ ഒരു കർത്തദാസന്റെ ആത്മാവിലേക്ക് പ്രവേശിക്കുകയും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഭീകരന്മാരായ രാജാക്കന്മാരെ എതിർത്ത് നിൽക്കുകയും ചെയ്തു. അവൾ വിശുദ്ധർക്ക് തങ്ങളുടെ പ്രയത്നങ്ങളുടെ പ്രതിഫലം നൽകി. പകൽ തണലും രാത്രി നക്ഷത്ര തേജസ്സുമായി അവരെ അത്ഭുതകരമായ പാതയിൽ അവൾ നയിച്ചു. അവൾ അവരെ ചെങ്കടലിലൂടെ നയിച്ചു, ആഴമായ ജലത്തിലൂടെ സംവഹിച്ചു. എന്നാൽ അവരുടെ ശത്രുക്കളെ അവൾ മുക്കിക്കൊല്ലുകയും അഗാധത്തിൻ്റെ ആഴത്തിൽ നിന്ന് മേൽപോട്ടെറിയുകയും ചെയ്തു. അതുമൂലം ദൈവഭയമില്ലാതിരുന്ന അവരെ നീതിമാന്മാർ കൊള്ളയടിച്ചു. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ നാമത്തെ അവർ പാടിപ്പുകഴ്ത്തി. സംരക്ഷണം നൽകുന്ന അങ്ങയുടെ കരത്തെ ഏകസ്വരത്തിൽ അവർ വാഴ്ത്തി. എന്തെന്നാൽ ജ്ഞാനം മൂകരുടെ വായ് തുറക്കുകയും ശിശുക്കളുടെ നാവ് സ്ഫുടമായി സംസാരിക്കാൻ ഇടവരുത്തുകയും ചെയ്തു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവും നിക്കോദമോസും. ഫരിസയരിൽ നിക്കോദമോസ് എന്നു പേരുള്ള ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും അങ്ങ് ചെയ്യുന്ന അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. യേശു അവനോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദമോസ് അവനോട് ചോദിച്ചു, പ്രായമായ ഒരു മനുഷ്യന് എങ്ങനെ ജനിക്കാൻ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ? യേശു പ്രതിവദിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല.
ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏതു വ്യക്തിയും. നിക്കോദെമോസ് ചോദിച്ചു, ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? യേശുവിനോട് പറഞ്ഞു, നീ ഇസ്രായേലിന്റെ ഗുരുവല്ലേ? എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു, കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ പോലെ തന്നിൽ വിശ്വസിക്കുന്നവനും നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷ വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ആരും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായക മൂലം നേരത്തെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മയുള്ളവയായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശം വെറുക്കുന്നു. അവൻ്റെ പ്രവൃത്തികൾ കുറ്റം വിധിക്കപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.